ഐസൻ ജോസ് കൂടി ചേർന്ന വിശദാംശങ്ങളിലേക്ക് കടക്കണം. വിധിയുടെ കൃത്യമായ വിശദാംശങ്ങളിലേക്ക് കടക്കണം. വളരെ ക്രൂരമായ രീതിയിൽ നടന്ന കൊലപാതകങ്ങളിൽ ഒടുവിൽ ബഹുമാനപ്പെട്ട കോടതിയുടെ ശിക്ഷ വന്നിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഇരട്ട ജീവപര്യന്തമാണ് ഇപ്പോൾ പ്രതിക്ക് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 4,20,000 രൂപ പിഴയും ബഹുമാനപ്പെട്ട കോടതി ശിക്ഷയായി വിധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷന്റെ വാദം അപൂർവങ്ങളിൽ അപൂർവമായി നടക്കുന്ന ഒരു കൊലപാതകങ്ങൾ തന്നെയാണ്. സ്വാഭാവികമായിട്ടും പ്രതിക്ക് പരമാവധി ശിക്ഷ, വധശിക്ഷ തന്നെ വേണമെന്നൊരാവശ്യമായിരുന്നു വിചാരണയിൽ ഉടനീളം കോടതി മുന്നോട്ട് വെച്ചത്. എന്തായാലും ആ ശിക്ഷയിലേക്ക് കടന്നില്ലെങ്കിലും വളരെ ഇരട്ട ജീവപര്യന്തം തന്നെയാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഐസൻ ജോസ് കൂടിച്ചേരുന്നുണ്ട്. ഐസൻ, വിധിയുടെ വിശദാംശങ്ങളിലേക്ക്. കടുത്തൊരു ശിക്ഷ തന്നെയാണ് ഇപ്പോൾ ചെന്താമരയ്ക്ക് വിധിച്ചിരിക്കുന്നത്. നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓഗസ്റ്റിൽ, അതായത് 2019 ഓഗസ്റ്റിലാണ് സജിതയുടെ കൊലപാതകം നടക്കുന്നത്. കൊലപാതകത്തെ തുടർന്ന് വീണ്ടും നടന്ന, അതായത് സജിതയെ കൊലപ്പെടുത്തിയതിന് ശേഷം, സജിത വധക്കം കേസ് ഉണ്ടാകുന്നതിന് ശേഷം വീണ്ടും സജിതയുടെ ഭർത്താവിനെയും ഭർത്താവിന്റെ അമ്മയെയും കൊല്ലുന്ന ആ കൊലപാതകം കൂടി ഇയാൾ ചെയ്തിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ കേസ് പരിഗണിച്ചിരിക്കുന്നത് 6 വർഷം മുമ്പ് ഓഗസ്റ്റ് 31-ന് 2019 ഓഗസ്റ്റ് 31-ന് നടന്ന കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. ഇതിൽ 2 ജീവപര്യന്തം, അതായത് ഇരട്ട ജീവപര്യന്തവും അതുപോലെ തന്നെ തെളിവ് നശിപ്പിച്ചതിന്റെ പേരിൽ 5 വർഷത്തിന്റെ മറ്റൊരു ശിക്ഷയും വിധിച്ചിട്ടുണ്ട്, തടവ് ശിക്ഷയും വിധിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല 4,4 ലക്ഷം രൂപ പിഴയും കൊടുക്കണമെന്നും അറിയാൻ സാധിക്കുന്നു. നേരത്തെ നമുക്ക് അറിയാവുന്നതാണ് ഈ കൊലക്കേസ്, അതായത് ഈ ചെന്താമരയുടെ ഭാര്യ പിണങ്ങി പോകാൻ കാരണമായത് സജിതയുടെ ഇടപെടലാണ് എന്നൊരു വൈരാഗ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കൊലപാതകം നടന്നത്. അക്കാരണത്താൽ തന്നെ, അതായത് ഈ കൊലപാതകം നടക്കുമ്പോൾ അത് അപൂർവങ്ങളിൽ അപൂർവങ്ങളായ ഒരു കൊലപാതകത്തിന്റെ ശ്രേണിയിൽ പെടുന്നതല്ല എന്നൊരു നിരീക്ഷണവും കോടതി നടത്തിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡിസ്ട്രിക്ട് അഡീഷണൽ സെഷൻസ് കോടതി 4 ആണ് ഈ വധശിക്ഷ ഇപ്പോൾ ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രോസിക്യൂഷൻ ശക്തമായി ജീവപര്യന്തം ശിക്ഷ എന്നതിലുപരി വധശിക്ഷ നൽകണമെന്നൊരാവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ നിലവിലെ സാഹചര്യങ്ങളിൽ ഇപ്പോൾ, അതായത് 2019 ഓഗസ്റ്റ് 31-ന് നടന്ന സജിതയുടെ കൊലപാതകം അപൂർവങ്ങളിൽ അപൂർവം എന്ന് കരുതുക സാധ്യമല്ല എന്ന നിഗമനത്തിലാണ് ഡിസ്ട്രിക്ട് ജഡ്ജ് കെനത്ത് ജോർജ് എത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിക്കുകയും 4,4 ലക്ഷം രൂപ പിഴ കൊടുക്കാൻ ശിക്ഷിക്കുകയും ചെയ്തിരിക്കുന്നത്. ശ്യാം.